പിശുക്ക് രോഗമുള്ളവരുണ്ട്. എല്ലാത്തിലും പിശുക്ക്, ഭക്ഷണത്തിൽ പിശുക്ക്, വസ്ത്രത്തിൽ പിശുക്ക്, വീട്ടിൽ പിശുക്ക്, മക്കളെ പട്ടിണിയിട്ട് പിശുക്ക്, ഇങ്ങനെ 100 പിശുക്കുകളുണ്ട്. എല്ലാത്തിനും ഒരു ക്രമമില്ലേ? ഭക്ഷണം ക്രമത്തിന് കഴിച്ചില്ലെങ്കിൽ പിശുക്കി കിട്ടുന്ന കാശ് മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരും. ക്രമമായി ഭക്ഷണം കഴിക്കണം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പാല്, പച്ചക്കറികൾ, ഫലമൂലാദികൾ എല്ലാം വേണം. പഴവർഗ്ഗങ്ങളൊക്കെ വേണം. അങ്ങനെയുള്ള അമിതമായി പിശുക്കുന്നവർ സ്വയം നിയന്ത്രിക്കാൻ പറ്റണം. മറ്റുള്ളവരുടെ ഗൈഡൻസ് സ്വീകരിക്കണം. പ്രാർത്ഥിച്ച് ബിൽഡപ്പ് ചെയ്യണം. വരവ് ചെലവ് കണക്കെഴുതണം. കർത്താവേ, പിശുക്ക് രോഗത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ തിന്മയിൽ നിന്ന് മോചനം നേടി നോർമലായുള്ളൊരു ജീവിതശൈലി സ്വീകരിക്കുവാനൊക്കെ പാവനം കർത്താവ് നിനക്ക് നൽകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.